ഇന്ന് ഇവൈറ്റൽ ആർഎക്സിൽ ബ്രാൻഡ് സ്റ്റോറിൽ നിന്നും വെയർഹൗസിലോട്ട് എങ്ങനെയാണ് പിഒ അഥവാ പർച്ചേസ് ഓർഡർ ജനറേറ്റ് ചെയ്തിട്ട് ട്രാക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി മോറിലെ ഷോർട്ട് ബുക്ക് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് ഓൾറെഡി ആഡ് ചെയ്ത പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് കാണാവുന്നതാണ്, അതിന്റെ സ്റ്റേറ്റസും. സോ ഇവിടെ നമ്മൾ മാനുവലി ഒരു പ്രൊഡക്റ്റ് കൂടെ ആഡ് ചെയ്യാണ്. സോ പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ സ്റ്റേറ്റസ് നമുക്ക് ഇവിടെ പെൻഡിങ് കാണാവുന്നതാണ്. ഇനി ഏത് പ്രൊഡക്റ്റ് ആണോ നമ്മൾ വെയർഹൗസിലോട്ട് പർച്ചേസ് ഓർഡർ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത് ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യണം. അതിനുശേഷം താഴെ നമുക്ക് ജനറേറ്റ് പിഒ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. സോ ഇവിടെ ജനറേറ്റ് പിഒയിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലതുഭാഗത്ത് മുകളിലായിട്ട് ഡിസ്ട്രിബ്യൂട്ടറിന്റെ പേര് കാണാൻ പറ്റും. ഇവിടെ ഡിസ്ട്രിബ്യൂട്ടറിന്റെ പേരിന് പകരം നമ്മൾ വെയർഹൗസിന്റെ പേരായിരിക്കും ആഡ് ചെയ്യുന്നത്. വെയർഹൗസിന്റെ പേര് ആഡ് ചെയ്ത് ജനറേറ്റ് എന്നുള്ള ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുക. സോ നമ്മൾ റീറ്റെയിലിൽ നിന്നും പിഒ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെൻഡിങ് സ്റ്റാറ്റസിൽ നിന്നും നേരിട്ട് പിഒ ജനറേറ്റഡ് എന്നുള്ള സ്റ്റാറ്റസിലോട്ടായിരിക്കും മാറുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ബ്രാൻഡ് സ്റ്റോറിൽ നിന്ന് നേരിട്ട് പിഒ ജനറേറ്റ് ചെയ്യുന്ന കാരണം, വെയർഹൗസിലോട്ട് നേരിട്ട് പിഒ ജനറേറ്റ് ചെയ്യുന്ന കാരണം പെൻഡിങ്ങിൽ നിന്നും ഇവിടെ നേരിട്ട് ഓർഡർ സ്റ്റാറ്റസിലോട്ട് മാറും. ഇനി നമുക്ക് ഈ പെർട്ടിക്കുലർ പിഒ നമുക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. പർച്ചേസിലെ പിഒ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ജനറേറ്റ് ചെയ്ത പിഒ ഇവിടെ കാണാൻ പറ്റും. ഇതിനകത്ത് നിന്ന് പിഒന്റെ സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഈ പെർട്ടിക്കുലർ പിഒ നമ്മൾ വെയർഹൗസിലോട്ട് പിഒ ജനറേറ്റ് ചെയ്തെന്ന് വെയർഹൗസിലോട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വെയർഹൗസിൽ നിന്നും ഓൾറെഡി നമുക്ക് റിയൽ ടൈം ആയിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന പിഒ അവിടെ കാണാവുന്നതാണ്. അതായത് ഓരോ ബ്രാഞ്ചും വെയർഹൗസിലോട്ട് ജനറേറ്റ് ചെയ്യുന്ന പിഒ അവിടെ റിയൽ ടൈമിൽ ചെക്ക് ചെയ്യാൻ പറ്റും. സെയിം തന്നെയാണ്, വെയർഹൗസിൽ നിന്നും സ്റ്റോക്ക് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രാഞ്ചിലോട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ തന്നെ പിഒന്റെ റിയൽ ടൈം സ്റ്റേറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ നമുക്ക് പിഒന്റെ സ്റ്റേറ്റസ് കാണാവുന്നതാണ്. ഇപ്പോൾ പെൻഡിങ് ആണ്. അതിനുശേഷം തൊട്ടായിട്ട് നമുക്ക് അവൈലബിലിറ്റി സ്റ്റേറ്റസും കാണാൻ പറ്റും. അതായത് നമ്മൾ ജനറേറ്റ് ചെയ്ത പ്രോഡക്റ്റിന്റെ സ്റ്റോക്ക് നമ്മുടെ വെയർഹൗസിൽ എത്ര ശതമാനത്തോളം അവൈലബിലിറ്റി ഉണ്ട് എന്ന് കാണിക്കാൻ പറ്റും. സോ ഇവിടെ നമുക്ക് 100% ഉണ്ട്, അതായത് മുഴുവൻ സ്റ്റോക്കും അവൈലബിൾ ആണ്. നമ്മുടെ റിക്വയർഡ് ക്വാണ്ടിറ്റി കംപ്ലീറ്റഡ് ആയിട്ട് അവിടെ അവൈലബിൾ ആണ്. ഇവിടെ സ്റ്റോക്ക് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾഫിൽഡ് പെർസെൻറ്റേജും കാണിക്കും. അതായത് അവർ 100% സ്റ്റോക്ക് അവിടെ നിന്ന് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫുൾഫിൽഡ് പെർസെൻറ്റേജും 100% ആയിട്ട് മാറും. ഇനി പിഒ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഐറ്റം വൈസ് സ്റ്റേറ്റസ് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതായത് എത്ര സ്റ്റോക്ക് നമുക്ക് ഇപ്പൊ നിലവിലുണ്ട്, ഇതിന്റെ സ്റ്റേറ്റസ് എന്താണ്, നമ്മൾ എത്ര റിക്വയർഡ് ക്വാണ്ടിറ്റി ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇൻ കേസ് പാർഷ്യലി ആണോ റിസീവ് ചെയ്തേക്കുന്നത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. സോ ഇത്തരത്തിലാണ്